കേരളത്തിൽ ചിലരെങ്കിലും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എങ്ങനെ പിണറായി ഇനി ആ നിയമസഭയിൽ ഒരു MLA ആയിട്ടിരിക്കും? കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി അവിടെ മുഖ്യമന്ത്രി കസേരയിലിരിക്കുമ്പോൾ 10 വർഷം അവിടെ പ്രതാപിയായി ഭരിച്ച ഒരു മനുഷ്യൻ, അതും ധാർഷ്ട്യത്തിന്റെ മൂർത്തിമത് ഭാവമായ ഒരു മനുഷ്യൻ, എല്ലാവരെയും വിറപ്പിച്ച ഒരു മനുഷ്യൻ എങ്ങനെ ആ കസേരയിൽ ഒരു MLA ആയി ഇരിക്കും? ഇപ്പോൾ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രീ പ്രശാന്ത് വാസുദേവൻ നായർ അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ച ഒരു പോസ്റ്റ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. പലരുടെയും മനസ്സിലെ ചില ചോദ്യങ്ങളാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അദ്ദേഹം കുറിച്ചിരിക്കുന്നു, അങ്ങനെ ഒരു വരവ്, ഒരു MLA ആയിട്ടൊരു വരവ്, അധികാരത്തിൻ്റെ ആടയാഭരണങ്ങളില്ലാതെ ഒരു സ്ഥാനം, അത് പിണറായിക്ക് വേണം. അതുകൊണ്ട് തന്നെയാണ് പരാജിതനാകുമോ പിണറായി? 6 റൗണ്ടിലും ലീഡിൽ വളരെ പിന്നാലെ നിന്ന പിണറായി പിന്നീടാണ് മുന്നിലേക്ക് കയറി വന്നത്. പലർക്കും ആ മുന്നോട്ടുള്ള വരവ് വേദന തോന്നി എങ്കിലും ആ വരവ് വേണ്ടിയിട്ടുള്ള വരവ് തന്നെയാണ് എന്ന് ശ്രീ പ്രശാന്ത് വാസുദേവ് കുറിക്കുന്നു. അദ്ദേഹം പറയുന്നു, അങ്ങനെ ഒരു തിരിച്ചുവരവ്, അങ്ങനെ ഒരു ഇരിപ്പിടം അദ്ദേഹത്തിന് ആ നിയമസഭയിൽ വേണം. അങ്ങനെ ഇരുന്ന് ഉരുകുന്ന ഒരു പിണറായിയെ കേരളം കാണണം. ആ പോസ്റ്റ് വായിക്കാം. ഒരു രണ്ടാം സ്വാതന്ത്ര്യത്തിന്റെ വേളയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ എഴുതാൻ അനുവദിക്കുക. കരുത്തുള്ള പ്രജാശ്വത്തിന് കറുത്ത നിറമായിരുന്നു. അയാൾക്ക് കറുപ്പ് നിറത്തെ ഭയമായിരുന്നു. നീണ്ട കുറേ വർഷങ്ങൾ ആ കരുത്തിനെ ഭയന്ന് അയാൾ അതിനെ ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ ആ പീഡനങ്ങളിൽ സഹികെട്ട് കറുത്ത പ്രജാശ്വം കലിതുള്ളി അയാളെ വലിച്ചു താഴെയിട്ട് അതിന്റെ കരുത്തുറ്റ പിൻകാലുകൾ കൊണ്ട് തൊഴിച്ചു. അയാൾ പൂർണ്ണമായും തോൽക്കാൻ പാടില്ല. വിറച്ച് അയാൾ ജയിക്കണമെന്നും അധികാരത്തിന്റെ ആടയാഭരണങ്ങളില്ലാതെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ അയാൾ ഉണ്ടായിരിക്കണമെന്നും കാലം നിശ്ചയിച്ചു. അതായിരുന്നു കാലം കാത്തുവച്ച കാവ്യനീതി. ആ കാവ്യനീതി യാഥാർത്ഥ്യമായി. വാഴ്ത്തപ്പെട്ടപ്പോൾ സിംഹാസനത്തിലിരുന്ന അയാൾ പ്രജാപതിയും ചക്രവർത്തിയുമായി അധികാരം ആസ്വദിച്ചു. പാവങ്ങളുടെ പണം കൊണ്ട് തന്റെ പ്രതിച്ഛായ കൂട്ടി. തെരുവോരങ്ങളിൽ ദുർബലമായ തന്റെ ശരീരം ഹോർഡിങ്ങുകളായി പ്രത്യക്ഷപ്പെടുമ്പോൾ ജനത്തെ നോക്കി വിഡ്ഢികൾ എന്നയാൾ പരിഹാസച്ചിരിയോടെ പുലമ്പി. തനിക്കെതിരെയുള്ള ശബ്ദങ്ങളെ അയാൾ നിഷ്കരുണം അടിച്ചമർത്തി. അവരെ ജയിലിൽ അടച്ചു. തന്നെ പുകട്ടിപ്പാടിയവർക്കും ഖജനാവ് കൊള്ളയടിച്ചവർക്കും മാത്രം അയാൾ സ്ഥാനമാനങ്ങൾ നൽകി. അല്ലാത്തവരെ അയാൾ സ്ഥാനങ്ങളിൽ നിന്ന് പുറത്താക്കി. അയാൾ അധികാരം ആസ്വദിച്ചത് ആർക്കു വേണ്ടിയായിരുന്നു? ജന്മം തനിക്ക് നൽകിയ സദ്ഗുണങ്ങൾ അയാൾ പലപ്പോഴായി സ്വയം വലിച്ചെറിഞ്ഞു. ഒപ്പമുള്ള ചെറു സിംഹാസനങ്ങളെ അയാൾ പാവകളാക്കി വിരൽത്തുമ്പിലിട്ട് അമ്മാനമാടി. പ്രസ്ഥാനത്തിലെ നന്മകളുടെ പ്രതീകങ്ങളെ അയാൾ നിഷ്കരുണം അടിച്ചമർത്തി. ഇടവും വലവും മുൻപും പിൻപും നിന്ന നഗ്നനായ ചക്രവർത്തിയുടെ ഉടയാടകളുടെ വാട്ടുപാട്ട് പാടിയവർക്കുണ്ടായിരുന്നത് കോണകം മാത്രമായിരുന്നു. കോണകധാരികൾ ക്യാപ്സൂളുകൾ വിഴുങ്ങി അയാൾ ചെയ്തതെല്ലാം കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. എതിർ ശബ്ദമുയർത്തിവരെ സോഷ്യൽ മീഡിയയിൽ കോണകധാരികൾ അധിക്ഷേപിച്ചുകൊണ്ടിരുന്നു. നന്ദി പറയേണ്ടത് നിശബ്ദരായി എല്ലാം സഹിച്ച് പല്ലുറുമി ഈ അവസരം കാത്തിരുന്ന യഥാർത്ഥ സഖാക്കൾക്കാണ്, ഉത്തമ സഖാക്കൾക്ക്. അവരാണ് പാർട്ടിയിൽ ഭൂരിപക്ഷം എന്നവർ തെളിയിച്ചിരിക്കുന്നു. അവരാണ് അയാളെ തൊഴിച്ച് താഴെയിട്ട യഥാർത്ഥ പ്രജാശ്വം. അവരിനി നിശബ്ദതയുടെ പുറന്തോട് പൊട്ടിച്ച് പുറത്തുവന്ന് തിരുത്തലുകൾക്കായി പരസ്യമായി ശബ്ദമുയർത്തുമെന്ന് പ്രതീക്ഷിക്കാം. പ്രസ്ഥാനം നശിക്കാതിരിക്കാൻ അവർ കരുത്തോടെ പൊരുതുമെന്ന് വിശ്വസിക്കാം. പ്രശാന്ത് വാസുദേവ്. ഇതാണ് ആ കുറിപ്പ്. ഒട്ടുമിക്ക കേരളത്തിലെ എല്ലാ ജനങ്ങളും ഇന്ന് ചിന്തിക്കുന്നത് ഇത് തന്നെയാണ്. പിണറായി ഒരവസരത്തിൽ തോൽക്കുമെന്ന് നമ്മളെല്ലാവരും വിചാരിച്ചു. പക്ഷെ പിണറായി തോറ്റില്ല. പിണറായി ജയിച്ചു. പക്ഷേ ആ ജയിച്ചുള്ള നിയമസഭയിലേക്കുള്ള മടങ്ങിവരവ് അയാൾക്ക് ഇരുന്നുരുകാനുള്ള ദിവസങ്ങളിലേക്കുള്ള മടങ്ങിവരവാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.